ഇപ്പോൾ നാദാപുരം, കോഴിക്കോട്, കുറ്റ്യാടി, കോഴിക്കോട് ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു ന്യൂനപക്ഷ വോട്ട് അധികം ഉണ്ടായതായി, അത്തരം ജനസംഖ്യാ വർധനവ് ഒരു ഡെമോഗ്രഫിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തീർച്ചയായും ആ വോട്ടുകളുടെ ഏകീകരണം അവിടെ സംഭവിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കാം എന്നുള്ളതൊക്കെ കണക്കുകൂട്ടലിലാണ് തീർച്ചയായും UDF അവിടെ ലീഗിന് ആ സീറ്റ് നൽകുകയും ആ ലീഗ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഫാത്തിമ തെഹ്ലിയെ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അത് നിഷ്കളങ്കമായ എന്തായാലും ഒരു മുന്നോട്ട് വെപ്പല്ലാതെ. പക്ഷെ നമ്മൾ പറയുന്നത് ഒരു മണ്ഡലത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ആണ് എന്നല്ല ഇപ്പോൾ നമ്മൾ പറയുന്നത്. പക്ഷേ വടകര മണ്ഡലം, വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണല്ലോ ഈ മണ്ഡലം വരുന്നത്, പേരാമ്പ്ര എന്നുള്ളത്. പക്ഷേ വടകര കുറേ കാലമായി CPM അപ്രാപ്യമായിരിക്കുന്നത് സത്യത്തിൽ ഈ ഡെമോഗ്രഫിയിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. അതും ഒരു ഘടകമാണ്, ഭൂരിപക്ഷ ഘടകം എന്നല്ല പറയുന്നത്, പക്ഷേ അതൊരു ഘടകമാണ്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് 19,085 വോട്ടുകൾ 19,085 വോട്ടുകൾ അവിടെ നിന്നും നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പേരാമ്പ്രയിൽ നിന്ന് മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം UDF അവിടെ നടത്തിയിട്ടുണ്ട്. 10 പഞ്ചായത്തുകൾ LDFിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാലാകാലങ്ങളായി കയ്യിൽ വെച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ 6 എണ്ണവും UDFിനൊപ്പമാണ് ഇത്തവണയുള്ളത്. അപ്പോൾ അത്തരം ഘടകങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം UDF അവകാശപ്പെടുന്നത് പോലെ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ. അത് പിന്നീട് അങ്ങനെ ഇല്ല, പോളിറ്റ് ബ്യൂറോയിലടക്കം പിണറായി വിജയൻ അടക്കം പറയുകയും ചെയ്തു. അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ ഇവർ അവകാശപ്പെടുന്ന മുറയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാത്തിമ തെഹ്ലിയക്ക് അവിടെ ജയിച്ചു കയറാം, വേണമെങ്കിൽ അവർക്ക് ജയിച്ച് കയറിയേക്കാം, അതിൽ അത്ഭുതപ്പെടാനുമൊന്നുമില്ല എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അപ്പോഴും മണ്ഡലത്തിൽ ഫാത്തിമ തെഹ്ലിയെയും TP രാമകൃഷ്ണനെയും തുലനം ചെയ്യേണ്ട കാര്യം പോലുമില്ല. കാരണം അവർ രണ്ടുപേരും രാഷ്ട്രീയ അനുഭവം അത്രയേറെ വ്യത്യസ്തമാണ്. 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 പേര്. അതുമാത്രവുമല്ല, അത്രയധികം വേരോട്ടം TP രാമകൃഷ്ണൻ ആ മണ്ഡലത്തിലുണ്ട്.